മായം ചേർക്കാത്ത എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആട്ടി തന്നെ എടുക്കണം. വീട്ടിലോട്ട് ആവശ്യമായ തേങ്ങ വാങ്ങുക ചെയ്യാറ്. ഞങ്ങൾക്ക് തെങ്ങുന്തോട്ടമൊന്നുമില്ല. അതിൽ ഉണങ്ങി വെള്ളം വറ്റുന്ന തേങ്ങകളെടുത്ത് മാറ്റി വെക്കും. നല്ല വെയിൽ വരുന്ന സമയത്ത് ഇത് ഉണക്കി ആട്ടി എടുക്കുകയായിട്ട് ചെയ്യാം. ഈ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ഒരുപാട് പൊങ്ങ് കിട്ടും കേട്ടോ. പൊങ്ങ് കഴിച്ച് മടുക്കും. ഈ ഒരു സമയത്ത് തേങ്ങ പൊട്ടിച്ചൊന്ന് വെയിലത്ത് വെച്ച് ചെറുതായിട്ട് വാടി വരുന്ന സമയമാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ ഇളക്കിയെടുക്കും. തുണ്ടും ചിരട്ടയും നമ്മൾ കത്തിക്കാനായിട്ട് എടുക്കും കേട്ടോ. നന്നായിട്ട് തീയും കത്തും. ചിരട്ടയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ പണി എളുപ്പമാണ്. തേങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം പോകും. നമ്മൾ എളുപ്പത്തിൽ പണി നടക്കും കേട്ടോ. അരിഞ്ഞ് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കി തേങ്ങയൊന്ന് ഒടിക്കുന്ന സമയത്ത് ഒടിഞ്ഞു വരുമ്പോൾ നമ്മൾ മില്ലിൽ കൊണ്ട് ആട്ടിയെടുക്കുക ചെയ്യുക. ഒരു പഴയ മില്ലിലായിട്ട് കൊണ്ടുപോവുക. നന്നായിട്ട് എണ്ണ തിരിഞ്ഞ് കിട്ടും. തേങ്ങാപ്പിണ്ണാക്കിൽ ഒട്ടും എണ്ണ ഉണ്ടാവില്ല. പിന്നെ വീട്ടിലോട്ട് നമ്മൾ എണ്ണ കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാൻ വെക്കും. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റാനായിട്ടാണ്. അതുപോലെ അതിൽ മട്ടുണ്ടെങ്കിൽ അതൊന്ന് അടിയും ചെയ്യും. പിന്നെ കന്നാസിൻ്റെ അടിയിൽ തന്നെ മട്ടുണ്ടാവും. അത് വേറൊരു പാത്രത്തിൽ വെക്കും. പിണ്ണാക്ക് നമ്മൾ പശുവുള്ള ആർക്കെങ്കിലും കൊടുക്കുകയായിട്ട് ചെയ്യാം.